തുർക്കിക്കെതിരായ നടപടികൾ കടുപ്പിച്ച് ഇന്ത്യ. പുതിയ ടർക്കിഷ് അംബാസിഡറുടെ രാഷ്ട്രപതി ഭവനിലെ പരിപാടി റദ്ദാക്കി. പുതിയ തുർക്കി അംബാസിഡർ അലി മുറാത്തിന്റെ പരിപാടിയാണ് റദ്ദാക്കിയത്. തുർക്കിക്കെതിരായ ആദ്യ നയതന്ത്ര നടപടിയാണ് ഇത്. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, വിവരങ്ങൾ. പാകിസ്ഥാനുമായുള്ള ബന്ധത്തെ തുടർന്നാണ് തുർക്കിക്കെതിരെ ഇന്ത്യ നയതന്ത്ര നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ വിവിധ തരത്തിലുള്ള നടപടികൾ ഇന്ത്യയും ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളും തുർക്കിക്കെതിരെ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ അതിൽ നിരവധി നടപടികൾ, അത് ബിസിനസ്, വ്യവസായം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, സുരക്ഷ മുതലായ മേഖലകളിലാണ് ഇത്തരത്തിൽ തുർക്കിക്കെതിരെ ഇന്ത്യ നടപടികൾ സ്വീകരിച്ചിരുന്നതെങ്കിൽ ആദ്യമായാണ് നയതന്ത്ര തലത്തിലൊരു നടപടിക്ക് ഇന്ത്യ തയ്യാറായിരിക്കുന്നത്. പുതിയ ഒരു അംബാസിഡർ ചാർജ് എടുത്തു കഴിഞ്ഞാൽ അവരെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ഒരു ചടങ്ങ് രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടക്കാറുണ്ട്. ആ ചടങ്ങാണ്, ഇന്ന് നടക്കേണ്ടിയിരുന്ന ചടങ്ങാണ് അപ്രതീക്ഷിതമായി മാറ്റിവെച്ചതായി വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രഖ്യാപനത്തിൽ അറിയിച്ചത്. നേരത്തെ പരിപാടി നടക്കും എന്നറിയിച്ചിരുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് തുർക്കി അംബാസിഡർ അലി മുറാത്ത് എർസോയുടെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന യോഗ്യതാ പത്രം നൽകിക്കൊണ്ട് അംഗീകരിക്കുന്ന ചടങ്ങ് മാറ്റിവെച്ചതായി അറിയിക്കുന്നത്. രാഷ്ട്രപതി ഭവനിൽ നടക്കേണ്ടിയിരുന്ന ചടങ്ങ് ഷെഡ്യൂളിംഗിലെ ചില പ്രശ്നങ്ങൾ മൂലം മാറ്റിവെക്കുന്നു എന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ചടങ്ങ് മുഴുവനായി മാറ്റിവെച്ചതായി അറിയിപ്പ് ലഭിക്കുകയായിരുന്നു എന്നാണ് എംബസി അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന ടർക്കിഷ് അംബാസിഡർ മാറിയതിനു ശേഷം പുതിയ അംബാസിഡർ ഇന്ത്യയിലേക്ക് എത്തുകയും അദ്ദേഹം ഇവിടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ അവരെ ഔദ്യോഗികമായി ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് നടക്കാനുണ്ട്. ആ ചടങ്ങ്, യോഗ്യതാ പത്രം നൽകുന്നതടക്കമുള്ള ചടങ്ങാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി ഇന്ത്യ മാറ്റിവെച്ചതായി അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇന്ത്യയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയും ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയും അടക്കമുള്ള കേന്ദ്ര സർവകലാശാലകൾ തുർക്കിക്കെതിരെ നടപടികൾ എടുത്തിരുന്നു. തുർക്കിയിലെ വിവിധ സർവകലാശാലകളുമായി ഉണ്ടായിരുന്ന അക്കാദമിക ബന്ധങ്ങളെല്ലാം തന്നെ നിർത്തിവെക്കാനായിട്ട് അസോസിയേഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ് എല്ലാ സർവകലാശാലകളുടെയും, ഇന്ത്യയിലെ എല്ലാ കേന്ദ്ര സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാർക്ക് കത്തയച്ചിരുന്നു. ടർക്കിഷ് സർവകലാശാലകളുമായോ ടർക്കിഷ് സ്ഥാപനങ്ങളുമായോ ഉള്ള അക്കാദമികമായ ഏതൊരു ബന്ധവും നിർത്തിവെക്കണം എന്നാണ് ഈ വൈസ് ചാൻസലർമാർക്കുള്ള കത്തിൽ നിർദ്ദേശം നൽകിയിരുന്നത്. അതിൻ്റെ ഭാഗമായി JNUവും അതുപോലെ തന്നെ ഛത്രപതി മഹാശിവജി യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികളും ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയും അടക്കം ഞങ്ങൾ രാഷ്ട്രത്തിനൊപ്പം നിൽക്കുന്നു എന്ന ടാഗ് ലൈനോടുകൂടി ടർക്കിഷ് സ്ഥാപനങ്ങളുമായുള്ള അക്കാദമിക ബന്ധം ഉപേക്ഷിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ടർക്കിഷ് എയർലൈൻ ബോയ്ക്കോട്ട് ചെയ്യണം എന്നതടക്കമുള്ള നിരവധി ആഹ്വാനങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ വലിയ രീതിയിൽ സർവീസുകളുള്ള ഒരു വിമാന കമ്പനിയാണ് ടർക്കിഷ് എയർലൈൻ. ടർക്കിഷ് എയർലൈൻ ബഹിഷ്കരിക്കണം, അതുപോലെ തന്നെ മറ്റ് ടർക്കിഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം മുതലായ ആവശ്യങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സുരക്ഷാ കാര്യങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കുന്ന തുർക്കി കമ്പനിയായ സെൽബി സർവീസസിന്റെ സുരക്ഷാ അനുമതിയും ഇന്ത്യ റദ്ദാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയ സുരക്ഷയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഒരു നടപടി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ വലിയൊരു പങ്ക് വഹിക്കുന്ന കമ്പനിയായിരുന്നു ഈ സെൽബി സെക്യൂരിറ്റി സർവീസസ് എന്നത്. ടർക്കിഷ് ഉത്ഭവമുള്ള ഈ കമ്പനിയെയും ഇപ്പോൾ സുരക്ഷാ അനുമതി ഇന്ത്യ റദ്ദാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ തുർക്കിക്കെതിരായ പ്രതിരോധം അല്ലെങ്കിൽ തുർക്കിക്കെതിരായ നടപടികൾ ഇന്ത്യ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനുള്ള പിന്തുണയിൽ തുർക്കി എന്തെങ്കിലും വ്യത്യാസം വരുത്താതെ ഇന്ത്യയുടെ നടപടിയിൽ മാറ്റമുണ്ടാകില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. വൃന്ദ.